ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യുന്നതിന് ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും അത്യാവശ്യമാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾക്ക് ആവശ്യമായ വെൽത്ത് ജനറേറ്റ് ചെയ്ത് തരുമ്പോൾ ഇൻഷുറൻസ് ജനറേറ്റ് ചെയ്ത വെൽത്തിനെ പ്രിസർവ് ചെയ്യാനും സെക്യൂർ ചെയ്യാനും നമ്മെ സഹായിക്കുന്നു. ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നീ രണ്ട് പ്രൊഡക്റ്റുകളെ ഒരു സിംഗിൾ പ്രൊഡക്റ്റിലേക്ക് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിനെ യൂലിപ്പ് അല്ലെങ്കിൽ യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാൻ എന്ന് വിശേഷിപ്പിക്കാം. യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാനുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒരേ പ്രൊഡക്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന പലരുമുണ്ട് ഇപ്പോഴും. യൂലിപ്പും മ്യൂച്വൽ ഫണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ, മ്യൂച്വൽ ഫണ്ടിന് യൂലിപ്പിനേക്കാളുള്ള മേന്മകൾ, മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റും ടേം ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റും കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ടാറ്റയുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ യൂലിപ്പിനെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടിനെക്കുറിച്ചും മനസ്സിലാക്കാം. യൂലിപ്പ് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ മാത്രം കേന്ദ്രീകരിച്ചുള്ള പ്രൊഡക്റ്റാണ്. അതായത് യൂലിപ്പും മ്യൂച്വൽ ഫണ്ടും ഏകദേശം സമാന രീതിയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നിക്ഷേപകരിൽ നിന്നും സ്വീകരിക്കുന്ന പണം യൂലിപ്പുകളും മ്യൂച്വൽ ഫണ്ടുകളും മാർക്കറ്റിൽ ഇക്വിറ്റി, ഡെപ്റ്റ്, ഹൈബ്രിഡ് പോലുള്ള മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു നിശ്ചിത കാലയളവിൽ ഈ ഇൻസ്ട്രുമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ നിക്ഷേപകർക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രം അല്ലെങ്കിൽ റിട്ടേൺ മാത്രം നൽകുമ്പോൾ യൂലിപ്പുകൾ റിട്ടേണിനോടൊപ്പം തന്നെ പോളിസി ഹോൾഡർക്ക് ഇൻഷുറൻസ് പരിരക്ഷയും നൽകുന്നു. അതായത് പോളിസി കാലയളവിൽ നിക്ഷേപകന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സം അഷ്യൂർഡ് തുക യൂലിപ്പ് വഴി ലഭിക്കുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ ഈ രീതിയിലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ഓഫർ ചെയ്യുന്നില്ല. രണ്ടാമത്തേത്, യൂലിപ്പുകൾക്ക് മ്യൂച്വൽ ഫണ്ടുകളെക്കാളുള്ള മേന്മ ടാക്സ് ബെനിഫിറ്റാണ്. സെക്ഷൻ 80C അനുസരിച്ചുള്ള ടാക്സ് ബെനിഫിറ്റ് യൂലിപ്പുകൾക്ക് ലഭിക്കുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ടുകൾ ടാക്സ് ബെനിഫിറ്റ് നൽകുന്നില്ല. ഇനി മ്യൂച്വൽ ഫണ്ടുകൾക്ക് യൂലിപ്പിനേക്കാളുള്ള മേന്മ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത് ലോക്കിൻ പീരീഡ്. പല മ്യൂച്വൽ ഫണ്ടുകൾക്കും 3 വർഷത്തെ ലോക്കിൻ പീരീഡ് മാത്രമേ ഉള്ളൂ. ചില മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലോക്കിൻ പീരീഡേ ഇല്ല. അതേസമയം ഒട്ടുമിക്ക യൂലിപ്പുകൾക്കും 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. അതായത് 5 വർഷത്തിനുള്ളിൽ പോളിസി സറണ്ടർ ചെയ്യാൻ സാധ്യമല്ല. പോളിസി സറണ്ടർ ചെയ്താൽ തന്നെ നാമമാത്രമായ റിട്ടേൺ ആയിരിക്കും നമ്മൾക്ക് ലഭിക്കുക. ഇത് യൂലിപ്പിൻ്റെ ഒരു പ്രധാന ഡിസഡ്വാൻറ്റേജ് ആണ്. രണ്ടാമത്തേത്, യൂലിപ്പ് മ്യൂച്വൽ ഫണ്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യൂലിപ്പുകൾക്ക് ലിക്വിഡിറ്റി കുറവാണ്. കൂടാതെ മ്യൂച്വൽ ഫണ്ടുകളുടെ സിപ്പ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ വഴി അടയ്ക്കുന്ന പ്രീമിയം അടയ്ക്കുന്നതിൽ നമ്മൾ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ അതത്ര റിട്ടേണിനെ ബാധിക്കുകയില്ല. എന്നാൽ യൂലിപ്പിൻ്റെ പ്രീമിയം മുടക്കുകയാണെങ്കിൽ അത് റിട്ടേണിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ യൂലിപ്പ് ഡിസ്കണ്ടിന്യൂ ചെയ്താൽ 1000 മുതൽ 4000 വരെയുള്ള ഡിസ്കണ്ടിന്യൂ ചാർജ് ഈടാക്കാനും യൂലിപ്പ് ഓഫർ ചെയ്യുന്ന ലൈഫ് കവർ, ടാക്സ് ബെനിഫിറ്റ് എന്നിവ നിർത്തലാക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇയർലി എക്സിറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറഞ്ഞവർ യൂലിപ്പിനെ താൽക്കാലികമായി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഇനി 1 ലക്ഷം രൂപയുടെ ആനുവൽ പ്രീമിയം അടയ്ക്കുന്ന ഒരു യൂലിപ്പ് സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ നൽകേണ്ട ഫീസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഒന്നാമത്തേത്, 5% പ്രീമിയം അലോക്കേഷൻ ചാർജ് നൽകേണ്ടതായിട്ട് വരും. 6% അല്ലെങ്കിൽ 6000 രൂപയുടെ പോളിസി അഡ്മിനിസ്ട്രേഷൻ ചാർജ് നൽകേണ്ടതായിട്ട് വരും. 1.35% ഫണ്ട് മാനേജ്മെൻറ്റ് ചാർജും 18%-അടുത്തുള്ള GSTയും നമ്മൾക്ക് നൽകേണ്ടതായിട്ട് വരും. ആനുവൽ പ്രീമിയത്തിൻ്റെ 5%, 6%, 1.35% എന്നീ ചാർജുകളായിരിക്കും നമ്മൾക്ക് നൽകേണ്ടതായിട്ട് വരിക. അതേസമയം ഈ 1 ലക്ഷം രൂപയുടെ പ്രീമിയം അടയ്ക്കുന്നത് കൊണ്ട് 12 ലക്ഷം രൂപയുടെ ലൈഫ് കവർ ഈ പീരീഡിലേക്ക് നമ്മൾക്ക് ലഭിക്കുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് ഫാക്റ്റാണ്. എന്നാൽ മ്യൂച്വൽ ഫണ്ട് സറണ്ടർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള എക്സ്പെൻസ് റേഷ്യോ 1.5 മുതൽ 2%-അടുത്തുള്ള എക്സ്പെൻസ് റേഷ്യോ നൽകേണ്ടതായിട്ട് വരും. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് ജനറേറ്റ് ആവുകയാണെങ്കിൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകേണ്ടതായിട്ട് വരും. ഈ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മ്യൂച്വൽ ഫണ്ടുകൾക്ക് മാത്രമല്ല യൂലിപ്പിനും ബാധകമാണ്. അതായത് മ്യൂച്വൽ ഫണ്ടിൻ്റെയും യൂലിപ്പിൻ്റെയും ഒരു ഫിക്സഡ് പീരീഡിലേക്കുള്ള പെർഫോമൻസ് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ രണ്ടും സമാനമായ രീതിയിലുള്ള റിട്ടേൺ തന്നെയായിരിക്കും നൽകുക. യൂലിപ്പിനേക്കാളും കൂടുതൽ റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നിന്നും പ്രതീക്ഷിക്കാം. മ്യൂച്വൽ ഫണ്ടിൽ നിന്നും 4%, 5% കുറഞ്ഞ റിട്ടേണുകളായിരിക്കും യൂലിപ്പ് നൽകുക. ഇനി മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് നൽകുകയും ടേം ഇൻഷുറൻസിൻ്റെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് നൽകുന്നതിനോടൊപ്പം തന്നെ ടേം ഇൻഷുറൻസ് സർവീസ് ഓഫർ ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെ പരിചയപ്പെടാം. പ്രൊഡക്റ്റിൻ്റെ പേര് ടാറ്റ AIA പരം രക്ഷക് പ്രോ സൊല്യൂഷൻ. ടാറ്റ AIA പരം രക്ഷക് പ്രോ സൊല്യൂഷൻ ആക്സിഡൻ്റൽ ഡെത്ത്, ആക്സിഡൻ്റൽ ടോട്ടൽ ആൻഡ് പെർമനൻറ്റ് ഡിസേബിലിറ്റി, ടെർമിനൽ ഇൽനെസ് കൂടാതെ 1 കോടി, 2 കോടി, 5 കോടി രൂപയുടെ
ടേം ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. സാധാരണ ഒരു ടേം ഇൻഷുറൻസ് പ്ലാനിൽ പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും മിസ് ഹാപ്പനിങ് സംഭവിക്കുമ്പോഴാണ് ബെനിഫിഷ്യറിക്ക് അല്ലെങ്കിൽ ആരുടെ നോമിനിക്ക് ആ ടേം ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക. പക്ഷേ ടാറ്റ എ പരംരക്ഷക് പ്രോ സൊല്യൂഷനിൽ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം എല്ലാം മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും മിസ് ഹാപ്പനിങ് സംഭവിച്ചില്ല എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്ക് പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് റിട്ടേൺ ഈ പ്രോഡക്റ്റ് ഓഫർ ചെയ്യുന്നു. അതേസമയം പ്രീമിയം അടയ്ക്കുന്ന അല്ലെങ്കിൽ പോളിസി ഹോൾഡർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ സം അഷ്വേർഡ്, അതായത് 1 കോടി 2 കോടിക്ക് അടുത്തുള്ള സം അഷ്വേർഡ് തുകയ്ക്കുള്ള റിട്ടേണും അല്ലെങ്കിൽ സം അഷ്വേർഡും കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. യുലിപ്പും ടാറ്റ എ പരംരക്ഷക് പ്രോ സൊല്യൂഷനും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം, ഒട്ടുമിക്ക യുലിപ്പുകളും ആനുവൽ പ്രീമിയത്തിൻ്റെ 7 മടങ്ങോ 8 മടങ്ങോ ആയിരിക്കും സം അഷ്വേർഡായി ഓഫർ ചെയ്യുന്നത്. അതായത് 1 ലക്ഷം രൂപയുടെ ആനുവൽ പ്രീമിയം ആണെങ്കിൽ 7 ലക്ഷം രൂപയുടെയോ 8 ലക്ഷം രൂപയുടെയോ സം അഷ്വേർഡ് ആയിരിക്കും നൽകുക. വളരെ കുറഞ്ഞ തുകയ്ക്കുള്ള ഒരു ലൈഫ് കവറാണ് പല യൂലിപ്പുകളും നൽകുന്നത്. പക്ഷേ ടാറ്റ എ പരംരക്ഷക് പ്രോ സൊല്യൂഷൻ ഉയർന്ന രീതിയിലുള്ള ലൈഫ് കവർ നൽകുന്നു. 1 കോടി 2 കോടി 5 കോടി രീതിയിലുള്ള ഉയർന്ന രീതിയിലുള്ള ലൈഫ് കവർ. അതുകൊണ്ട് ടേം ഇൻഷുറൻസ് നമ്മൾക്ക് പ്രത്യേകമായി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പോളിസിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന പൈസ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് മ്യൂച്വൽ ഫണ്ടിന് സമാനമായ റിട്ടേൺ ലഭിക്കുകയും ചെയ്യുന്നു. പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെയും ടേം ഇൻഷുറൻസിൻ്റെയും ബെനിഫിറ്റ് ഒരേപോലെ ലഭിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ടാറ്റ എ പരംരക്ഷക് പ്രോ സൊല്യൂഷൻ. ഇനി ഈ പ്രോഡക്റ്റിൻ്റെ ചില സാലിയൻറ്റ് ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. ഒന്ന്, സെക്ഷൻ 80C അനുസരിച്ചുള്ള ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. 10 വർഷത്തിന് ശേഷം മോർട്ടാലിറ്റി ചാർജസ് നമ്മൾക്ക് ലഭിക്കും. കൂടാതെ 5 വർഷത്തിന് ശേഷം ഈ പോളിസി പാർഷ്യൽ വിഡ്രോ ചെയ്യാനും അല്ലെങ്കിൽ ഈ പ്ലാൻ പാർഷ്യൽ വിഡ്രോ ചെയ്യാനും സാധിക്കും. ഇനി ടോട്ടൽ പ്രീമിയം അടച്ച തുക എന്തെങ്കിലും മിസ് ഹാപ്പനിങ് സംഭവിച്ചില്ല എങ്കിൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് റിട്ടേൺ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ടേം ഇൻഷുറൻസിൻ്റെ എല്ലാ കവറേജുകളും ഈ പ്രൊഡക്റ്റിനുണ്ട്. ഒന്ന്, ലൈഫ് ഇൻഷുറൻസ് കവറേജ്. രണ്ടാമത്തേത് ആക്സിഡൻ്റൽ ഡെത്ത്, ആക്സിഡൻ്റൽ ആൻഡ് ടോട്ടൽ പെർമനൻറ്റ് ഡിസേബിലിറ്റി, ടെർമിനൽ ഇൽനെസ് കവർ തുടങ്ങിയ എല്ലാ പ്രിവിലേജ് എല്ലാ ഓഫറുകളും അല്ലെങ്കിൽ എല്ലാ ക്വാളിറ്റികളും ഈ പ്രൊഡക്റ്റിനുണ്ട്. ആക്സിഡൻ്റൽ ഡെത്ത് എന്ന ഫീച്ചർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോളിസി ഹോൾഡറിന് പോളിസി അടയ്ക്കുന്ന കാലയളവിൽ എന്തെങ്കിലും അപകടം മൂലം മരണം സംഭവിക്കുകയാണെങ്കിൽ സം അഷ്വേർഡ് ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് വഴിയാണ് ആക്സിഡൻ്റൽ ഡെത്ത് സംഭവിക്കുന്നതെങ്കിൽ സം അഷ്വേർഡിൻ്റെ 2 മടങ്ങ് തുക ലഭിക്കുന്നു. 1 കോടി രൂപയുടെ സം അഷ്വേർഡാണ് എടുക്കുന്നതെങ്കിൽ 2 കോടി രൂപയ്ക്കടുത്തുള്ള തുക ലഭിക്കുന്നതായിരിക്കും. കൂടാതെ പെർമനൻറ്റ് ഡിസേബിലിറ്റി സംഭവിക്കുകയാണെങ്കിലും സം അഷ്വേർഡ് ലഭിക്കുന്നുണ്ട്. ഇനി പോളിസി കാലയളവിൽ ഏതെങ്കിലും രീതിയിലുള്ള ടെർമിനൽ ഇൽനെസ്സുകൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് 10% സം അഷ്വേർഡ് ലഭിക്കുന്നു. ഇനി ഈ പ്രൊഡക്റ്റിൽ 70% നമ്മൾ അടയ്ക്കുന്ന പ്രീമിയവും മ്യൂച്വൽ ഫണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കൊണ്ട് 30 മുതൽ 40% റിട്ടേൺ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ 12 മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഓപ്ഷനും ലഭിക്കുന്നു. പല മൾട്ടി ക്യാപ് മ്യൂച്വൽ ഫണ്ടുകളുടെയും അല്ലെങ്കിൽ കൺസെപ്ഷൻ മ്യൂച്വൽ ഫണ്ടുകളുടെയും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിലും പോളിസി കാലയളവിനുള്ളിലും 30 മുതൽ 40% റിട്ടേൺ ലഭിക്കുകയും ചെയ്തു. ഇനി പോളിസി മച്യൂർ ആകുമ്പോൾ അവിടെ നമ്മൾക്ക് SWP അതായത് സിസ്റ്റമാറ്റിക് വിഡ്രോ പ്ലാൻ പോലുള്ള മ്യൂച്വൽ ഫണ്ട് ഓഫറുകൾ ചെയ്യുന്ന പല പ്രൊഡക്റ്റുകളും നമ്മൾക്ക് ലഭ്യമാണ്. ഇവിടെ നിന്നും കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും നമ്മൾക്ക് ലഭിക്കുന്നു. ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും താഴെ പറയുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്രൊഡക്റ്റിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം.